ഇന്നും കിട്ടിയില്ലേ? കിട്ടി. എന്തായിരുന്നു വിഷയം? ഇത് ആരെയാണ് പേടിപ്പിക്കുന്നത്? ശാരീരിക പേടിയുണ്ടോ? എല്ലാ പ്രാവശ്യവും വന്നിരുന്നിട്ട് ഇങ്ങനെ ആരെയാ പേടിപ്പിക്കണം? ഞാൻ ഏതെങ്കിലും കേസാന്റെ പ്രോഗ്രാമിൽ ഇറങ്ങി പോയിട്ടുണ്ടോ? എനിക്കറിയത്തില്ല പ്രോഗ്രാം. പിന്നെ എന്ത് നിങ്ങൾ കഴിഞ്ഞതിന് ശേഷം ഇനി ഇടി കിട്ടിയിട്ടുണ്ടോ, കുനി ചീർത്തിട്ട് അടിച്ചിട്ടുണ്ടോ, ആളുകൾ ഇവിടുത്തെ ഡയറക്ടർ അടിച്ചിട്ടുണ്ടോ എന്നൊന്നും എനിക്കറിയത്തില്ല. ഇറങ്ങിപ്പോയത് നിങ്ങൾ മാത്രമേ ചരിത്രത്തിൽ നിങ്ങൾ മാത്രമേ ഇറങ്ങിപ്പോയുള്ളൂ. എന്തായാലും ഒന്ന് കഴിയട്ടെ, കാരണം നമ്മൾ കമ്മിറ്റ്മെന്റ് ചെയ്ത ഒരു പണിക്കാണല്ലോ ഇപ്പൊ ഇരിക്കുന്നത്. ഇതൊന്ന് കഴിയട്ടെ. ഈ പറഞ്ഞതിന് വേറൊരർത്ഥം ഇല്ലേ? ഏയ്, അങ്ങനെ പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. ഓക്കെ, നമുക്ക് ഇതെല്ലാം നിർത്താം. ഹോട്ട് സീറ്റിനെ മറന്നേക്കും. നമുക്ക് സ്നേഹത്തോടെ കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത് ചൂടുള്ള സീറ്റാണ്. അതെ, അപ്പൊ നമുക്ക് കുറച്ച് സമാധാനപരമായിട്ടുള്ളൊരു കാര്യങ്ങൾ സംസാരിക്കാം. അങ്ങനെയാണെങ്കിൽ സ്ത്രീകൾക്ക് വേണ്ടി ചെയ്തൊരു 5 കാര്യങ്ങളൊന്ന് പറഞ്ഞേ കേൾക്കട്ടെ. എനിക്ക് ശാരികനെ ബോധിപ്പിക്കാൻ സൗകര്യമില്ല. പിടിച്ചോണ്ടൊന്ന് ഇരുത്തിയിരിക്കണം. നിനക്കൊക്കെ എന്തിന്റെ കേടാടാ? ഒരു കയ്യബദ്ധം നാറ്റുകരുത്. നിങ്ങൾ ഇന്റർവ്യൂ ചെയ്യാൻ വരും ഇതൊന്നും ആയിരുന്നില്ല എന്റെ ചിന്ത. പക്ഷെ നിങ്ങൾ കണ്ടതിലും വലിയ സാധനമാണെന്ന് എനിക്ക് മനസ്സിലായി. കാര്യമായിട്ട് പ്രശ്നമുണ്ട് കേട്ടോ. ഈ കൊച്ചിനെ എത്രയും പെട്ടെന്ന് കൊണ്ടുപോയാ നേരെ കൊണ്ടുപോവാം. ഇത് കുറച്ചു നാളായി തുടങ്ങി. ഇത് മൈൽ സ്റ്റോണിന്റെ മാത്രം പ്രത്യേകതയാണോ എന്ന് എനിക്കറിയില്ല. ഞാൻ പറയാനാണ്, നീ അടങ്ങിയിരിക്കും. കുറച്ചടങ്ങ്. ഞാൻ ഇപ്പൊ നോക്കിയപ്പോ ശരിയാക്കി. ഞാൻ നോക്കിയോ, ഇതൊരു നടക്ക് പോണ ലക്ഷണില്ല. ഞാൻ ഇവന്റെ 2 വാങ്ങിച്ചിട്ടേ പോവുള്ളൂ. കൊണ്ടുവന്നത് എന്തിനാ ഇത്? ആളിനെ ഇവിടെ കൊണ്ടുവന്ന് ഇരുത്തിയിരിക്കണ ആൾ ആരാണ്? സ്ത്രീകളുടെ ഉന്നമനത്തിനായിട്ട് നിങ്ങൾ ചെയ്ത 5 നന്മകൾ, 5 സാമൂഹ്യ പ്രവർത്തനങ്ങളൊന്ന് പറഞ്ഞാട്ടെ. ഞാൻ ഇത് 1, ഇത് 2, ഇത് 3, ഇത് 4, ഇത് 5. തീർച്ചയായും ഒരു സാമൂഹ്യ പ്രവർത്തന പേര് എനിക്ക് ചേരില്ല. വേണ്ട വേണ്ട, കണ്ടാത്തോണ്ട. നിങ്ങൾക്ക് ശാരീരിക തരണ്ട. കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, സമാധാനമായല്ലോ. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.